ഖുർആനിലെയും സുന്നത്തിലെയും വിലക്കുകളെ ഏതൊരാൾക്കും മനസ്സിലാകും വിധത്തിൽ തന്റെ തൂലിക ചലിപ്പിക്കുന്നു. അരുത്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. മുസ്ഹഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. മുണ്ടിന്റെ കോന്തലയാൽ മുഖം തുടയ്ക്കല്ലേ, മഖ്ബറകളിൽ നിന്നിട്ടു നീ ചിരിക്കല്ലേ. കൂസിന്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ, അതിനുള്ളിലെന്തോ കയറിയാൽ അറിവില്ലേ. ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിന്നു കമിഴ്ന്നു നീ കിടക്കല്ലേ. ദിനമെട്ട് സാഴത്തിൽ കവിഞ്ഞുറങ്ങല്ലേ, അത് തന്നെ വയസ്സിൽ 3/1 പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ, കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ. ചൂടോട് കൂടി നീ ഭക്ഷണം കഴിക്കല്ലേ, നശിക്കുന്നതാ ബറക്കത്തിലും മറക്കല്ലേ. ഒന്നിച്ചു മീനും മുട്ടയും തിന്നല്ലേ, പല രോഗമിതിനാൽ വന്നിടും കളിയല്ലേ. നിനക്കുള്ള വയറൊരു കാലവും നിറക്കല്ലേ, 1/3 നികത്തല്ലേ. കാഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ, അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ. കുളിവാജിബായാലോ നഖം മുറിക്കല്ലേ, അതുപോലെ തന്നൊരു രോമവും പൊഴിക്കല്ലേ. നിറമിൽ കറുത്ത ചരിപ്പ് നീ ധരിക്കല്ലേ, അതിനാലനിസിയാൻ വന്നിടും കളിയല്ലേ. കിബിലാക്കു നേരെ ഒരിക്കലും തുപ്പല്ലേ, അതബുള്ളതല്ലത് സോദരാ ചെയ്യല്ലേ. കെട്ടിക്കിടക്കും വെള്ളമിൽ പാത്തല്ലേ, അതിനാലനിസിയാൻ വന്നിടും മറക്കല്ലേ. രോമം കടിച്ചു മുറിക്കലും നന്നല്ല, വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല. മാളങ്ങളിൽ തെറ്റാണ് മൂത്രവിസർജനം, മരണത്തിനും വഴി കൂട്ടുമേ ചില സാധനം. ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം, അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം. നീ ചന്ദനപ്പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാ, വെറുപ്പുണ്ട്. പാത്രം പെറുക്കുന്നതിന് മുമ്പായി തിന്നാ സ്ഥാനത്തു നിന്നെഴുന്നേറ്റ് പോകരുതെന്നാ. നീ രാത്രിയിൽ കണ്ണാടി നോക്കരുതെന്നാ, കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നാ. നീ അന്യയുവതിക്കും സലാം പറയണ്ട,
അവളും നിനക്കതുപോലതിൽ തുനിയണ്ട. അഥവാ പറഞ്ഞാലോ ജവാബും വേണ്ട. ലാഭം കൊതിച്ച് നീ കൈ മുതൽ കളയണ്ട. ഉളുവിന്റെ ശേഷം കുടയലും നന്നല്ല. അതുപോലെ നീ തോർത്തുന്നതും ശരിയല്ല. നട്ടുച്ച സമയത്തുള്ള കുളി നന്നല്ല. അതുപോലെ സമയത്തിലും ഗുണമില്ല. നീ നഗ്നനായി കുളിക്കൽ നിഷിദ്ധം തന്നാ. കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്നാ. കുളിക്കുന്ന സ്ഥാനത്തുള്ള മൂത്രവിസർജനം പാടില്ല. വസ്വാസുള്ളതാണ് പ്രവർത്തനം. പട്ടിന്റെ തുണി ശവമഞ്ചമിൽ പാടില്ല. മയ്യിത്ത് പെണ്ണാണെങ്കിലും ശരിയല്ല. ഖബറിന്റെ മേൽ ചവിട്ടുന്നതും പാടില്ല. ആവശ്യമായി വന്നാൽ അതിൽ കേസില്ല. കാഷ്ടിക്കുവാനിരിക്കുന്നതേറ്റം കുറ്റമാ. അതുപോലെ മൂത്രിക്കുന്നതും അന്യായമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കിയോ എല്ലാവരും? ഒന്നുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. قال سيدنا ونبينا محمد صلى الله عليه وسلم سيأتي زمان على أمتي في ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള മജ്ലിസുൽ ഇൽമിലെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാർ, സഹോദര സഹോദരിമാരെ, പ്രവാസികളെ, കുഞ്ഞുമക്കളെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. പടച്ച റബ്ബ് നമുക്ക് ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് ചൊരിയട്ടെ. റമദാൻ ശരീഫിനെ സ്വീകരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആദരിച്ച അപൂർവം ചില മാസങ്ങളുണ്ട്. അല്ലാഹു ആദരിച്ച അപൂർവം ചില വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹു ആദരിച്ച അപൂർവം ചില ചിഹ്നങ്ങളുണ്ട്. അല്ലാഹു ആദരിച്ച ഓരോരോ ആദരവ് അല്ലാഹു നൽകിയതുണ്ട്. അതിനെ ആദരിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും മുഅ്മിനീങ്ങൾ നിർബന്ധിതരാണ്.
അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലിമൂ ശആഇറല്ലാഹ് ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലിമൂ ശആഇറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കണേ. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, ഒരാൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവന്റെ ഖൽബിൽ തഖ്വയുണ്ട് എന്നുള്ളതിന്റെ അലാമത്താണ്, അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. ഇത് ഈമാനുള്ള നമ്മിന്റെ അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ട കുടുംബമേ, റജബ് എന്നുള്ളത് അല്ലാഹു ആദരിച്ച മാസമാണ്. ശഅബാൻ എന്നുള്ളത് അല്ലാഹു ആദരിച്ച മാസമാണ്. റമളാൻ എന്നുള്ളത് അല്ലാഹു ആദരിച്ച മാസമാണ്. ആ ആദരവ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ലൈവ് പരിപാടി എന്നും രാത്രി തുടങ്ങാൻ തീരുമാനിച്ചത്. ഒഴിവുണ്ടായിട്ടല്ല, ഫ്രീ ഉണ്ടായിട്ടല്ല. റജബിന്റെ മഹത്വം എനിക്കും കിട്ടണം, നിങ്ങൾക്കും കിട്ടണം. ഞാൻ എന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ഒറ്റക്ക് ചൊല്ലി പറഞ്ഞാൽ എനിക്ക് മാത്രമേ കിട്ടൂ. ഞാൻ എന്റെ വീട്ടിലിരുന്നു കൊണ്ട്, ഞാൻ എന്റെ ദർസിൽ ഇരുന്നു കൊണ്ട്, ഞാനൊരു പള്ളിയിൽ പോയിരുന്നു കൊണ്ട് ഒറ്റക്ക് ചൊല്ലി പറഞ്ഞാൽ എനിക്ക് മാത്രമേ അതിന്റെ പുണ്യം കിട്ടൂ. അതേ സമയത്ത് ഒരു മജ്‌ലിസ് നടത്തിയാൽ എന്റെ കൂടെ ഇരുന്ന് ചൊല്ലുന്ന നിങ്ങൾക്കെല്ലാം അത് ചൊല്ലാനും അത് കേൾക്കാനും അത് പറയാനുമുള്ള അവസരമുണ്ടാകുമല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് വന്നൊരു സമയമുണ്ടായിരുന്നു. ആ കോവിഡ് വന്ന സമയത്ത് നാം ഒരു ക്യാമറ വാങ്ങി, ഒരു മൈക്ക് വാങ്ങി, ഒരു ലാപ്ടോപ്പ് വാങ്ങി, ഒരു ആംപ്ലിഫയർ വാങ്ങി, അതിന്റെ മറ്റു വസ്തുക്കളെല്ലാം വാങ്ങി. ഏകദേശം ഒരുപാട് പണം അന്ന് ലൈവിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിച്ചു. അന്ന് AC തന്നവരുണ്ട്, ക്യാമറയ്ക്ക് വേണ്ടി, ലാപ്ടോപ്പിന് വേണ്ടി, ഇൻവെർട്ടറിന് വേണ്ടി, മൈക്ക് വേണ്ടി, അതുപോലെ എക്കോ മിക്സറിന് വേണ്ടിയൊക്കെ ധാരാളം സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം ഇന്നും ഇതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആലത്തിയൂർത്താത്ത് മരണപ്പെട്ടു പോയി. പലവരും മരണപ്പെട്ടു. അവരൊക്കെ ഈ ലൈവിലേക്ക് സഹായിച്ചവരായിരുന്നു. അല്ലാഹുവേ, അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അന്നത്തെ ആ ഒരു സഹായം കൊണ്ടാണ് ഇന്നും ഈ ലൈവ് നടക്കുന്നത്. മാത്രമല്ല, ഇന്നും മജ്‌ലിസുൽ ഇൽമിലേക്കാണെന്ന് പറഞ്ഞ് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോ 500 രൂപ തരുന്ന ഒരു പെങ്ങളുണ്ട്. ആ ഒരു സഹോദരിയേ ഉള്ളൂ. മജ്‌ലിസുൽ ഇൽമ് ലൈവിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഏഴൂരുള്ള മറിയം എന്ന് പറയുന്ന ഒരു ഉമ്മ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോ 500 തരും. ആ 500ലേക്ക് ഒരു 150 ചേർത്ത് 650 രൂപ വൈഫൈ റീചാർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് നടത്തുന്നത്. അപ്പോൾ ഈ ലൈവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് തുടരെ നടത്തുന്നത്. ഈ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം. അല്ലാതെ വ്യൂവേഴ്സ് കിട്ടാനല്ല, റീച്ച് കിട്ടാനല്ല, സബ്സ്ക്രിപ്ഷന്റെ എണ്ണം കൂടി യൂട്യൂബിൽ നിന്ന് പണം വാരാനല്ല. അങ്ങനത്തെ ഒരു ലക്ഷ്യവും നമുക്കില്ല. പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ലൈവ് കിട്ടാൻ, യൂട്യൂബിൽ സബ്സ്ക്രൈബ് കൂടിയാൽ യൂട്യൂബിൽ നിന്ന് കുറെ പൈസ കിട്ടാൻ, ഒരു നയാ പൈസ കിട്ടാനല്ല. ഒരുപാട് വീടുകൾ അടുക്കളയിലേക്ക് നന്മയെത്താനാ, ഒരുപാട് ഉമ്മമാരെ കൊണ്ട് നന്മ ചൊല്ലിക്കാനാ, ഒരുപാട് കുടുംബങ്ങളിലേക്ക് നന്മയുടെ വാതായനം തുറക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോരോ വീട്ടിലും റഹ്മത്ത് ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. എന്റെ മുഅ്മിനീങ്ങളെ, എത്രയോ ദൂരത്തുള്ള ഉമ്മമാർ ഇന്ന് എനിക്ക് മൗലീദ് ഉണ്ടായിരുന്നത് ഇവിടെ വസാൻ പടിയിലായിരുന്നു. എന്റെ കൂടെ സിയാറത്തിന് വന്നിരുന്ന, നമ്മുടെ സ്വലാത്തിന് വരുന്ന സൈഫുൽ നിസ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വാപ്പയാകുന്ന സയ്യിദ് അലി കാക്കയുടെ ആണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുപോലെ ഇന്നലെ ഉണ്ടായത് പൊയിലിശ്ശേരിയിലായിരുന്നു. എന്റെ കൂടെ ഉംറക്ക് വന്നിരുന്ന ഒരു സഹോദരിയുടെ അമ്മോശന്റെ 14മായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ നാടിന്റെ നാനാദിക്കിലും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാഹുവേ,
അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. സഹോദരങ്ങളെ, തോന്നിവാസങ്ങൾക്ക് ആളുകൾ ഉണ്ടാകും, തെമ്മാടിത്തരങ്ങൾക്ക് ആളുകൾ ഉണ്ടാകും, വേണ്ടാത്തരങ്ങൾക്ക് ആളുകൾ ഉണ്ടാകും. അറിയുമോ, മഹാനായ അബ്ദുൽ ഖാദിർ യാഹൂ വലിയുള്ള പുതിയങ്ങാടി അന്തിയുറങ്ങുന്ന പുതിയങ്ങാടി ഉപ്പാപ്പാന്റെ ചാരത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. നേർച്ച എന്ന് അതിന് പറയാൻ പറ്റൂല. സഹോദരങ്ങളെ, ആനയെയും മറ്റുള്ള ശിങ്കാരിമേളങ്ങളും പെൺകുട്ടികളെ വരെ കൂളിംഗ് ഗ്ലാസ് കണ്ണാട വെച്ച് യാതൊരു ഹയാവും നാണവും ലജ്ജയുമില്ലാതെ കൂത്താടുന്ന വരവുകളെ കണ്ടില്ലേ? അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളില്ലേ? ഇവിടെ കല്ലുകൾ നടക്കാറുണ്ട്, പല പല ഫെസ്റ്റുകളും നടക്കാറുണ്ട്. ഞാൻ എന്റെ ഈമാനുള്ളവരോട് പറയുന്നു, അതൊന്നും ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതല്ല, അതൊന്നും അല്ലാഹുവും റസൂലും പൊരുത്തപ്പെട്ട കർമ്മങ്ങളല്ല. ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? റൂസ് മുബാറക് എന്ന് പറഞ്ഞാൽ എന്താണ്? മമ്പുറം ആണ്ട് നേർച്ച നടക്കാറുണ്ട്, മടവൂർ ആണ്ട് നേർച്ച നടക്കാറുണ്ട്. വലിയ വലിയ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ, വലിയ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, മഹാന്മാരായ സമസ്ത ഉലമാക്കളുടെ നേതൃത്വത്തിലൊക്കെ ആണ്ട് നേർച്ച ഉറൂസുകൾ നടക്കാറുണ്ട്. 4-5 ദിവസവും വെച്ച് നടക്കാറുണ്ട്. എന്തേ കാര്യമെന്നറിയോ? ആ മഹാന്മാരെ ചാരത്ത് വെച്ചുകൊണ്ട് പ്രഭാഷണങ്ങളാ, ആ മഹാന്മാരെ ചാരത്ത് വെച്ചുകൊണ്ട് ഖത്മുൽ ഖുർആനാ, ആ മഹാന്മാരെ ചാരത്ത് വെച്ചുകൊണ്ട് മൗലീദ് പാരായണമാ, ആ മഹാന്മാരെ ചാരത്ത് വെച്ചുകൊണ്ട് അന്നദാനമാ, ആ മഹാന്മാരെ ചാരത്ത് വെച്ചുകൊണ്ട് ദുആ മജ്ലിസുകളാ, യതീമുകളെ സഹായിക്കലാ, പാവങ്ങളെ സഹായിക്കലാ. അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന ശിആറിലൂടെ നന്മയുടെ വാതായനങ്ങൾ തുറക്കപ്പെട്ട് ഔലിയാക്കന്മാരെ മഹാന്മാരെ ഉറൂസുകൾ നടത്തപ്പെടുമ്പോ അപൂർവത്തിൽ അപൂർവമെങ്കിലും ഇത്തരം പൊറുവാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ എത്ര പെണ്ണുങ്ങളാണ് തലയിൽ തട്ടമില്ല, നാണമില്ല, ലജ്ജമില്ലാതെ അതിന്റെ ബാക്കിലും മുന്നിലുമായി പ്രോത്സാഹനമായി പോയവരില്ലേ? ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല. ഉമ്മ, ആധുനിക ലോകത്ത് വളരെ നാശം പിടിച്ച ലോകമാ, ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത ലോകമാ, ഹലാലും ഹറാമും ഇടകലഞ്ഞ ലോകമാ. സൂക്ഷിക്കുമെങ്ങളെ, 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 സൂക്ഷിക്കുമ്മ. അത്തരം തെറുവാഴ്ചകൾക്ക് വാക്കുകൊണ്ടോ നോക്കിക്കൊണ്ടോ പണം കൊണ്ടോ പ്രോത്സാഹനം കൊണ്ടോ നിങ്ങളെ സഹായിക്കരുത്, സഹകരിക്കരുത്, പിന്തുണ കൊടുക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, എന്റെ അടിമകളെ, തആവനൂ അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കണേ, നിങ്ങളെ സഹായിക്കണേ. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, വേണ്ടാത്തരങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും നിങ്ങൾ അവലേശം പോലും പ്രോത്സാഹനം കൊടുക്കരുത്, പിന്തുണക്കരുത്, സഹായിക്കരുത്, കൈകോർത്ത് കൊടുക്കരുത്. ഈ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യം അംഗീകരിക്കുന്ന ഒരു മുസ്ലിം ഇത്തരം വേണ്ടാത്തങ്ങൾക്ക് പിരിവെടുക്കാൻ പോവില്ല, അതിന് ആളുകളെ ബുക്ക് ചെയ്യാൻ പോവില്ല, അതിന് ആനയെ ബുക്ക് ചെയ്യാൻ പോവില്ല, ചിങ്കാരമേളം മുട്ടിക്കാൻ പോവില്ല, അതിന്റെ ബാക്കിൽ പോവില്ല. പിന്നെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരം എന്നോണം അവരെ നിലനിർത്താൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്നവരോട് സ്നേഹത്തോടുകൂടി ഞാൻ പറയുന്നു, നാട്ടിൽ നടന്നു വരുന്ന ആഭാസങ്ങൾ നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, വേണ്ടാത്തങ്ങൾ നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു ആനയല്ലേ മതയിളകിയത്, ഒരു സഹോദരനല്ലേ എടുത്തിരുന്നത്, ആ സഹോദരന്റെ ജീവനല്ലേ, ആരോഗ്യമല്ലേ അപകടത്തിലായത്, ആ കുടുംബമല്ലേ കണ്ണീരിലായത്, എത്ര പേർക്കാ പരിക്ക് പറ്റിയത്, എത്ര പേരാ ഹോസ്പിറ്റലിലായത്, എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്. നല്ല നിലയിലൊരു ആണ്ട് നേർച്ച നടക്കുകയാണെങ്കിൽ, നല്ല ഒരു റോസ് മുബാറക് നടക്കുകയാണെങ്കിൽ എന്തൊരു ബറക്കത്താ. ആ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് കെട്ടി നല്ല നല്ല പ്രവാചകന്മാരെ കൊണ്ടുവന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാ, ദിക്ർ സ്വലാത്ത് ചൊല്ലിപ്പിക്കാ, ദുആയിലൂടെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ, അവിടെ കിട്ടുന്ന പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ, യതീഖാനയും ദീനീ ദഅവത്തും നടത്താൻ ഒന്ന് മുന്നിട്ടിറങ്ങാൻ ഈ മുസ്ലിമിന് സമയമായില്ലേ?
ഇതാരോടും വിമർശനം കൊണ്ട് പറയുകയല്ല, ആരോടും എതിർപ്പ് കൊണ്ട് പറയുകയല്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ നന്മയുടെ താല്പര്യമുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഇത് ഞാൻ പറഞ്ഞാലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. സർവ്വ ആലിമീങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ്വ പണ്ഡിതന്മാരും ഇതിനെ എതിർത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത ഉലമാക്കൾ എതിർത്തിട്ടുണ്ട്, ഖാദിയമാർ എതിർത്തിട്ടുണ്ട്, ഖതീബുമാർ എതിർത്തിട്ടുണ്ട്, ഉസ്താദ്മാർ എതിർത്തിട്ടുണ്ട്. ഇത്തരം തോന്നിവാസ ആർഭാട ആചാര അന്ധവിശ്വാസങ്ങള്, ഈ വേണ്ടാത്തരങ്ങള് ഔലിയാക്കന്മാരെ നേർച്ചയുടെ പേരിൽ നടത്തല്ല, മഹല്ലത്തിന്റെ ഫെസ്റ്റിന്റെ പേരിൽ നടത്തല്ല. കൂത്താട്ടങ്ങളെ നിർത്തിയിട്ട് നന്മയിലേക്ക് മടങ്ങാ, അള്ളാഹുവിലേക്ക് മടങ്ങാ, ഈ സമുദായത്തിന്റെ നല്ല വഴിയിലേക്ക് നയിക്കാൻ നിങ്ങൾ പ്രാപ്തരാവണേ, അതിനു വേണ്ടി മുന്നിട്ടിറങ്ങണേ. അതുകൊണ്ട് വരും വർഷങ്ങളിൽ അത്തരം ആഭാസങ്ങൾക്ക് നിങ്ങളാരും കൂട്ടുനിൽക്കരുതേ എന്ന് അടിവരട്ട് ഞാൻ എന്റെ തിരൂർ സ്വലാത്തിലെ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രഭാഷണം നടത്തിയാൽ നീണ്ടുപോകും എന്ന് മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പരിശുദ്ധമായ റജബിന്റെ പ്രാർത്ഥന മജ്‌ലിസിലാണ് നമ്മൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ സദസ്സിൽ വെക്കുക. എല്ലാവരും ഒരു പാത്രം കൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ടുവന്ന് സദസ്സിൽ വെക്കട്ടോ. إلى حضرة روح نبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرات أصحاب البدريين والأحديين والخندقيين والخيبريين والتبوكيين وسائر أصحاب رسول الله صلى الله عليه وسلم وأزواجه وأولاده وآله وأهله وذريته وعترته كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة بل بن ملكان أبي العباس الخضر عليه السلام. وإلى حضرات ملاذنا الشيخ محي الدين قطب الأقطاب عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرات سلطان العارفين الشيخ أحمد الكبير رفاعي قدس الله سره العزيز. وإلى حضرات جنيد البغدادي قدس الله سره العزيز. وإلى فخر الدين باب الشلواري قدس الله سره العزيز. وإلى حضرات غريب النواز خجا معين الدين الجشي الأجمير السنجري قدس الله سره العزيز. وإلى حضرات حضرة نظام الدين ولي الله نور الهي قدس الله سره العزيز. وإلى حضرة قطب السلطان إبراهيم بادشاه الروادي قدس الله وأبو طوير بابا الروادي قدس الله سره العزيز. وإلى حضرة داود الحكيم ولي الله متبعتا قدس الله سره العزيز. وإلى حضرات شاول الحميد الناهور قدس الله سره العزيز. وإلى حضرات طبيب العظم حكيم دكتور كاتبلي قدس الله سره العزيز. وإلى حضرات طبلة عالم بادشاه ترچا پلي قدس الله سره العزيز. وإلى حضرات سكندر بادشاه قدس الله سره العزيز. وإلى حضرات صدقة الله القاهري كيلكرا قدس الله سره العزيز. وإلى حضرات ماهين أبو بكر بما پلي قدس الله سره العزيز. وإلى حضرات من دفن فيه وإلى حضرات من دفن في كدوا پلي ودفن في كرنا پلي قدس الله أسرارهم.
وإلى حضرات أبو بكر مسليا الآلواي قدس الله سره العزيز إلى حضرات سيد ولي الله المدور قدس الله سره العزيز وإلى علاوة الحكمة سيدي ينغرا قدس الله سره العزيز إلى حضرات كتاب مسليار പുത്തമ്പള്ളി قدس الله سره العزيز إلى قاضي عمر വെളിയങ്കോട് قدس الله سره العزيز إلى حضرات صالح مولى പാടക്കത്തായി قدس الله سره العزيز إلى حضرات زين الدين مخدوم كبير معمل الفناني قدس الله سره العزيز إلى حضرات نتشكات لبابا قدس الله سره العزيز إلى حضرات عبد القادر ياهو فديانغادي قدس الله سره العزيز إلى حضرات بعلمي وركل ملكوية تنقل قدس الله سره العزيز إلى حضرات قنياب نمستان قدس الله سره العزيز إلى عبد الحي ولي الله قاضي نمجم قدس الله سره العزيز إلى تشابرنغادي باب مستيار قدس الله سره العزيز وإلى حضرات من في نبي ودنغاكار قدس الله سره العزيز ولا تمدفن في برب الفلي قدس الله سره العزيز ولا تمدفن في كويموري قدس الله سره العزيز ولا سيد سعيد سراج الدين ولي الله إلكاد قدس الله سره العزيز ولا حضراتك كدبرم أبو بكر مسليار قدس الله سره العزيز ولا شمس العلماء يا أبو بكر مسليار قدس الله سره العزيز ولا كنيت أحمد مسليار قدس الله سره العزيز ولا في النسيم فكوية تنقل قدس الله سره العزيز ولا سيد عبد الرحمن بافق تنقل قدس الله سره العزيز ولا حضرات سيد محمد لشياب تنقل قدس الله وحيدر لشياب تنقل قدس الله عمر لشياب تنقل قدس الله سره العزيز وإلى حضراتي فربنا محيدين مسليار قدس الله وفادي عبد القادر مسليار قدس الله ووالقرم عبد الباري مسليار قدس الله وإلى حضراتي جميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا قطب الزمان سيد علم المنظرمي مولى الدبيلة قدس الله سر العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرات جميع المفسرين خصوصا ابن عباس رضي الله عنه وإلى جميع المفسرين والمحدثين والمصنفين والمجتهدين والصالحين خصوصا إلى حضرات إمام شافعي رضي الله عنه إمام مالك رضي الله عنه إمام أبو حنيفة رضي الله عنه إمام أحمد بن حنبل رضي الله عنه إمام رافعي رضي الله عنه إمام النووي رضي الله عنه إمام رملي رضي الله عنه إمام بخاري رضي الله عنه إمام صاوي رضي الله عنه إمام رازي رضي الله عنه إمام قرطبي رضي الله عنه إمام ابن حجر الهيثمي رضي الله عنه إمام زكريا الأنصاري رضي الله عنه إمام ترمذي رضي الله عنه إمام نسائي رضي الله عنه إمام ابن حجر الهيثمي رضي الله عنه وإلى حضرات إمام بوصيري رضي الله عنه وإلى حضرات جميع أئمتنا وإلى حضرات جميع المفسرين والمحدثين والمصنفين الذي ألفوا الكتب في أفناء العلم كلهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرات مشايخ سلسلة القادرية والرفاعية والجشتية والزهرودية والشاذلية وإلى حضرات مشايخنا مشايخ الموصلة إلى الله تعالى وخلفائهم وأساطيرهم ومريدهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة جميع أمة سيدنا محمد صلى الله عليه وسلم من المؤمنين والمؤمنات من الجنة والناس أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസുൽ ഇൽമിന്റെ കുടുംബത്തിൽ നിന്നും ഇന്നലകളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ ഭർത്താവ്, ഞങ്ങളെ ആങ്ങളമാർ, ചേട്ടന്മാര്, ചേട്ടത്തിമാര്, അനിയന്മാര്, അനിയത്തിമാര്, അമ്മോന്മാര്, അമ്മായിമാര്, എളാപ്പാര്, എളാമാര്, മുത്താപ്പാര്, മൂത്തന്മാര്, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന്, ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചുപോയോ, പ്രത്യേകിച്ചും ഞങ്ങളെ വാണിയന്നൂർ സലാത്ത് മജ്‌ലിസിൽ സ്ഥലമായി പങ്കെടുത്തിരുന്നവര്, ഞങ്ങളെ സ്ഥലത്തിലേക്ക്, ദർസിലേക്ക്, മജ്‌ലിസിലേക്ക് സഹായിച്ചവര്, അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ഉംറക്കും സിയാറത്തിനൊക്കെ വന്നവര്, ഞങ്ങൾക്ക് ചികിത്സക്ക് വന്നവര് പലവരും മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളെ ദുആ പ്രതീക്ഷിച്ച് ഖബറിൽ കിടക്കുന്നുണ്ട്. അവരെ എല്ലാവരും ഹദ്റത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസും ഫലഖും നാസും നമുക്ക് അവസാനം ഓതാം. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മജ്‌ലിസ് ഹദ്ദാദ് റാത്തീബാണ്. ഹദ്ദാദ് റാത്തീബ് ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും എൻ്റെ കൂടെ ഹദ്ദാദ് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കൂടെ ഹദ്ദാദ് ചൊല്ലട്ടോ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوا يحاسبكم بالله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليك من ربه والمؤمنون كل ما آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وعلى كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وعلى كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وعلى كل شيء قدير. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله
ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا بمحمد النبيا رضينا بالله ربا وبالإسلام دينا بمحمد النبيا رضينا بالله ربا وبالإسلام دينا بمحمد النبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين يكف شر الظالمين يا قوي يا متين يكف شر الظالمين يا قوي يا متين يكف شر الظالمين أصلح اللهم والمسلمين صرف الله الشر المؤذين أصلح اللهم والمسلمين صرف الله الشر المؤذين أصلح اللهم والمسلمين صرف الله الشر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم أستغفر الله رب البرايا ونستغفر الله من الخطايا 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 എല്ലാവരും 3 തവണ വെള്ളത്തിൽ ഊതുക. فاعلم أنه لا إله إلا الله 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 إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إله إلا الله لا إله إلا الله لا إله لا إله إلا الله 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 إلا الله لا إله 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 إلا الله എല്ലാവരും വെള്ളത്തിൽ 3 തവണ ഊതണം. لا إله إلا الله رسول الله صلى الله عليه وسلم شرف وكرم ومجد وعلم ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحاب الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفي برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لسيدنا الفقيه المقدم الشيخ محمد بن علي بعلوي وصولي وفروعه وكافة ساداتنا علي بعلوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى حضرة أرواح جميع ساداتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم بعلومهم وأسرارهم ويلحقنا بهم في خير ولطف وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
لكافة عباد الله الصالحين ولوالدينا ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويسلمهم المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية إلى حضرة روح نبي المصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എല്ലാവരും വെള്ളത്തിൽ മൂത്തവണ ഊതണം. എന്നിട്ടൊന്ന് നിവർന്നിരുന്നൊന്ന് ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖിൽ ഫാത്തിഹത്തിൽ മുഅല്ലമത്തി വസ്സബ്ഇൽ മസാനി അൻ തഫ്തഹ് ലനാ കുല്ല ഖൈർ വഅൻ തഫളല അലൈനാ ബികുല്ലി ഖൈർ വഅൻ തജ്അലനാ من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديائنا وأنفسنا وأهلنا وأولادنا وصحابنا من كل محنة وفتنة وشدة وبؤس ومرض وضير إنك ولي لكل خير ومتفضل بكل خير ومعد لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة نعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم الشر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا كنا يا عالم الشر منا لا تهدك الستر عنا وعافنا واعف عنا وكلنا كنا يا عالم الشر منا لا تهدك الستر عنا وعافنا واعف عنا كلنا كنا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും വെള്ളത്തിൽ മൂത്തവണ ഊതണം. എന്നിട്ടൊന്ന് ആമീൻ പറയ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ റബ്ബേ, എൻ്റെ ഈ
എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും കാവൽ നൽകണേ റബ്ബേ. എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റബ്ബേ. വിശുദ്ധ റജബിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസുൽ ഇൽമിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തമുള്ള അടിമകളിൽ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ പാപങ്ങളൊക്കെ നീ വിട്ടു പുറത്ത് മാപ്പാക്കണേ പഠിച്ചോനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് മരിച്ച, കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക്, പ്രത്യേകിച്ചും നജാത്ത് ഫൗണ്ടേഷൻ തിരൂര് സ്വലാത്തിൽ നിന്ന് ആരെല്ലാം മണ്ണ് മറഞ്ഞു പോയിട്ടുണ്ടോ അവർക്കെല്ലാം ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ഉമ്മമാർ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും എല്ലാ മാസവും ഞങ്ങളെ വാണിയ നൂറ് സ്വലാത്ത് നഗറിലേക്ക് യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ വീട് വീടാന്തരം നടന്നും ഫോൺ വിളിച്ചും ആളുകളെ ക്ഷണിച്ച് വിളിച്ചു കൂട്ടി ഞങ്ങളെ മജ്‌ലിസ് വിജയിപ്പിക്കാൻ, ഞങ്ങളെ സ്വലാത്ത് നഗറൊന്ന് നിറയാൻ, ഒരുപാട് ആളുകളിലേക്ക് നന്മ എത്തിക്കാൻ ഓടി നടക്കുന്ന ഞങ്ങളെ തിരൂര് സ്വലാത്തിലെ കുടുംബങ്ങളെ കുഴക്കല്ലേ അല്ലാഹ്. അവർക്ക് നീ റഹ്മത്ത് നൽകണേ നാഥാ, ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് വിഷമങ്ങളിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരാം നീയല്ലാതെ മറ്റൊരാളുമില്ല. നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ മക്കൾക്ക് ഖൈർ കൊടുക്കണേ പടച്ചോനെ. മരുമക്കൾക്ക് ഖൈർ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാര്, ഞങ്ങളെ ആൺമക്കള്, ഞങ്ങളെ പെൺമക്കള്, ഞങ്ങളെ മരുമക്കള്, പേരമക്കളൊക്കെ ജീവിതത്തിന്റെ റിസ്ക് തേടി ഗൾഫിലും നാട്ടിലും പല തൊഴിലെടുക്കുന്നവരാണ്. അവരെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലിയും ശമ്പളത്തിൽ ബറക്കത്തും നൽകണേ പടച്ചവനെ. മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ബറക്കത്ത് നിറക്കണം അല്ലാഹ്. റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാഹ്. പടച്ചവനെ, തിരൂര് സ്വലാത്ത് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ തലമറക്കാത്ത പൊന്നുമോളെ കുറിച്ചാ. ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ സുബ്ഹി നിസ്കരിക്കാതെ ഉറങ്ങുന്നവരെ കുറിച്ചാ. അങ്ങനെ ഓരോ ദിവസം ഞങ്ങളെ വീഡിയോ വരുമ്പോഴേക്ക് അത് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, സ്വന്തം മൊബൈലിൽ സ്റ്റാറ്റസ് വെക്കുന്ന, അതുപോലെ സ്വലാത്തിന്റെ വീഡിയോ വരുമ്പോഴേക്ക് സ്റ്റാറ്റസ് വെക്കുന്ന, ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഞങ്ങളെ നന്മയുടെ ഈ ചങ്ങലക്കണ്ണിയില് പങ്കാളികളായ എല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്ത് റസൂലിനോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണമല്ലാഹ്. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഖൈറായ മക്കളെ കൊടുക്കുക അല്ലാഹ്. വീടില്ലാത്തവർ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ അവർക്കും അവരെ മക്കൾക്കും ഖൈറായ വീട് കൊടുക്കുക അല്ലാഹ്. കല്യാണം ശരിയാകാത്തവർ ഈ മജ്‌ലിസിലുണ്ടെങ്കിലും അവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കുക അല്ലാഹ്. കല്യാണം കഴിഞ്ഞിട്ടും തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളുമായി കഴിയുന്നവര്, ഭർത്താവിന്റെ ദുസ്വഭാവത്താൽ വേദനിക്കുന്ന പെങ്ങന്മാര്, അല്ലാഹുവേ ഭാര്യ ഭർത്തൃ ജീവിതം സുഖ സന്തോഷമായി കൊടുക്കുക അല്ലാഹ്. വെറുപ്പുകളൊക്കെ മാറ്റി സമാധാനമുള്ള കുടുംബജീവിതം ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകുക അല്ലാഹ്. കള്ളുകുടി പെണ്ണുപിടി വേണ്ടാത്തരത്തിൽ നിന്ന് ഞങ്ങളെ ആണുങ്ങളെ രക്ഷിക്കണേ റബ്ബേ. കാലത്തിന്റെ കുത്തൊഴുക്ക് ചതികളിൽ നിന്നും ഞങ്ങളെ വീട്ടിലെ ഒരാളെയും നീ പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ മാവും ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമുകളെ വലിയ ആലിമീങ്ങളാക്കുക റബ്ബേ. വാണിയന്നൂർ സലാത്തുകളുടെ ദർസ് ഹാളിന്റെ നിർമ്മാണം അത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. അതിലേക്ക് സഹായിച്ചവരെ ദുനിയാവിൽ ഏത് ആഫത്തവർക്ക് നിന്റെ ഖലായുണ്ടെങ്കിലും തട്ടിക്കളയണേ റബ്ബേ. അവരെ ദാനധർമ്മങ്ങൾ കബൂലാക്കുക അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി പരിശുദ്ധമായ റജബിൽ രാവിലെയും വൈകുന്നേരവും 70 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അത് ഒരു 70 വട്ടം നമുക്ക് ചൊല്ലാം. ഈ ദിക്റിന്റെ ഒരു പ്രത്യേകത,
ഈ ദിക്ർ റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ അവന്റെ ശരീരം നരകം തൊടുകയില്ലെന്ന് മഹാന്മാർ. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ഉസ്താദേ രാവിലെ നമുക്ക് ഈ മജ്ലിസ് നടത്തിക്കൂടെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് ദറസുള്ളതാ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ പ്രിയപ്പെട്ട ദറസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഖുർആൻ പോലും ഓതാൻ അറിയാത്ത മക്കളുണ്ട്. അവർക്ക് ഖുർആൻ ഓത് പഠിപ്പിക്കുകയാണ്. അവർക്ക് ഖുർആൻ ഓത് പഠിപ്പിക്കലാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സിനാൻ ഉസ്താദിന്റെ ജോലി ഇവിടെ പഠിക്കുന്ന പൊന്നുമക്കൾക്ക് ഖുർആൻ തെറ്റാതെ ഓതി പഠിപ്പിക്കല. അത് കഴിഞ്ഞാൽ പിന്നെ കിതാബ് ഓതി കൊടുക്കല. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റേതായ ഒരുപാട് ഔറാദുകൾ ചൊല്ലാനുണ്ട്. അതൊക്കെ ചൊല്ലി തീർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സുബഹിക്ക് പരിപാടി മജ്ലിസ് വെക്കാത്തത്. പക്ഷേ ഉസ്താദിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഉസ്താദ് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ ജന്നാത്തുൻ നഈം വരെ അല്ലാഹു നിലനിർത്തട്ടെ. എല്ലാവരും എന്നെ കൂടെ ചൊല്ലിക്കോളൂ, റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇതാണ് ചൊല്ലാനുള്ളത് 70 വട്ടം. എന്ത്? റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. എല്ലാവരും ഞാൻ നിയ്യത്ത് വെച്ചു തരാ, നിങ്ങൾ എന്റെ കൂടെ നിയ്യത്ത് വെക്കൂ. എല്ലാവരും എന്റെ കൂടെ പറഞ്ഞോളൂ, അല്ലാഹുവേ വിശുദ്ധമായ റജബ് മാസത്തിലെ രാവിലെയും വൈകുന്നേരവും 70 തവണ ചൊല്ലുവാൻ മഹാന്മാർ നിർദ്ദേശിച്ച ദിക്ർ ഞങ്ങളിതാ ഈ പുണ്യരാവിൽ ഈ മജ്ലിസുൽ ഇൽമിൽ വെച്ച് ചൊല്ലുന്നു റബ്ബേ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളെ മാതാപിതാക്കളുടെയും ഞങ്ങളെ ഭർത്താവിന്റെയും ഞങ്ങളെ മക്കളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഞങ്ങളെ വീട്ടുകാരുടെയും ശരീരത്തിനെ നരകത്തിനെ തൊട്ട് നീ ഹറാമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറും ഹലാലുമായ ഉദ്ദേശങ്ങൾ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റി തരണമേ അല്ലാഹ്. ഞങ്ങൾക്ക് വരാൻ പോകുന്ന സർവ ബുദ്ധിമുട്ടും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റി തരണമേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങളിതാ ദിക്ർ ചൊല്ലുന്നു. എല്ലാവരും കേട്ടോ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. 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 റബ്ബിഗ്ഫിർലി വർഹംനി تب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني
وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني وتب علي رب اغفر لي وارحمني اغفر لي وارحمني اغفر لي وارحمني وتب علي رب 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 اغفر لي وتب علي رب اغفر لي وارحمني 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 وتب علي اغفر لي وارحمني وتب علي رب 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 اغفر لي وارحمني وتب علي. എല്ലാരും വെള്ളത്തിൽ 7 തവണ ഊതാം. 70 വട്ടം ചൊല്ലിയില്ലേ, 7 തവണ എല്ലാരും വെള്ളത്തിൽ ഊതാം. ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ടാ ഊതണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ വിശുദ്ധമായ റജബിലെ വെള്ളിയാഴ്ച രാവാണ്. ശ്രദ്ധിക്കുക, നാളെ വിശുദ്ധമായ റജബിലെ വെള്ളിയാഴ്ച രാവാൻ. നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ പരിശുദ്ധമായ മജ്ലിസുൽ ഇൽമ് വെള്ളിയാഴ്ച രാവിന്റെ പ്രാർത്ഥനാ സദസ്സ് ഇതേ ലൈവില് വോയിസ് ഓഫ് അബീസിനാൻ ഫൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടക്കും. നാളെ 8 മണിക്ക് മുഴുവൻ കുടുംബങ്ങളും വെള്ളിയാഴ്ച രാവിന്റെ പ്രാർത്ഥനാ സദസ്സിൽ ആത്മാർത്ഥമായി പങ്കെടുക്കണം. ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ഗ്രൂപ്പിലേക്കും നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുത്ത് എല്ലാവരോടും ഒന്ന് പങ്കെടുക്കാൻ പറയണം. നിങ്ങൾക്കതിൽ ഒരു നഷ്ടവുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ദുനിയാവിലെ ലാഭമല്ല. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് കാലാകാലമുള്ളത്, ദുനിയാവ് നശ്വരമാണ്.
ആഖിറത്തിലെ വിജയത്തിനുള്ളതാണ് ഇതൊക്കെ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാൻ പോവാണ്. സമയം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസുൽ ഇൽമിനെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസുൽ ഇൽമിനെ ഖബൂൽ ചെയ്യട്ടെ. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുവോ ആ നിയ്യത്ത് അല്ലാഹു നമുക്ക് സഫലമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 സ്വലാത്ത് ഹബീബിന്റെ പേരിൽ നമുക്ക് ചൊല്ലാം. ഒരു 11 നാരിയത്തു സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നമുക്ക് ചൊല്ലാം. എന്നിട്ട് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب بحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في
ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബി അദദി കുല്ലി മഅലൂമിൻ ലക. എല്ലാവരും വെള്ളത്തിൽ ഊതട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി 3 ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖുൻ നാസ് ഓതി ദുആ നടത്താൻ പോവാണ്. നാളെ റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്, വളരെ മഹത്വമുള്ള രാവാണ്. 8 മണിക്ക് തന്നെ നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കും. തുടക്കം മുതൽ അവസാനം വരെ മുടങ്ങാതെ മുഴുവനായിട്ട് പങ്കെടുക്കുക. നിങ്ങൾ ജ്യേഷ്ഠത്തിനോടും മനിയത്തിനോടും ഇളച്ചിയോടും മുറിച്ചിയോടും നാത്തുമാരോടും സ്നേഹിതിമാരോടും കുടുംബക്കാരോടൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എന്നും ഉസ്താദിന്റെ ലൈവ് 8 മണിക്ക് ഉണ്ടാവും. നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറയാം. ഓരോ ദിവസം ഓരോന്നായിരിക്കും. എല്ലാത്തിനും കൂലിയാണ്. പങ്കെടുക്കാൻ പറയാം കേട്ടോ. പ്രത്യേകിച്ചും നാളെ പ്രധാനപ്പെട്ട 6 ദിക്ർ 33 വട്ടം ചൊല്ലി മൗലീദ് ഓതി യാസീൻ ഓതിയുള്ള വലിയൊരു ദുആ മജ്‌ലിസാണ്. എല്ലാവരും പങ്കെടുക്കട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ആ വെള്ളത്തിൽ ഊതുക. ദുആ കഴിഞ്ഞ ശേഷം 3 ഗ്ലാസ് വെള്ളം ഞങ്ങളെല്ലാവരും അഊദു ബിസ്മി ചൊല്ലി കുടിക്കുക. ബാക്കി വെള്ളം നിങ്ങൾ കുളിക്കുമ്പോൾ അതിൽ ചേർക്കുക. നിങ്ങളും മക്കളൊക്കെ കുടിച്ചോളൂ കേട്ടോ. എന്നും അങ്ങനെ ചെയ്തോളൂ. അല്ലാഹു ശിഫാവും റഹ്മത്തും തടുക്ക ആരോഗ്യം ആഫിയത്തൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نسألك بحق أسمائك الحسنى وبحق أصحاب البدريين وبحق هؤلاء الشرفاء المذكورين وبحق هذا المجلس المبارك وبحق هذا الشهر المعلم بارك لنا فيما أعطيتنا بركة ونعمة تامة دائمة إلى يوم القيامة. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتناتها وفسادها وضيق عيشها وعذاب الآخرة. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا في الصيام والقيام وتلاوة القرآن. കാരുണ്യവാനായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ മജ്‌ലിസുൽ ഇൽമിനെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുൽ ഇൽമിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാസാന്ത സ്വലാത്ത് മജ്‌ലിസിനെയും നീ ഏറ്റെടുക്കണേ റബ്ബേ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ഇതിൽ പങ്കെടുത്ത വീടുകളിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കണേ വടച്ചവനെ. ആ വീടുകൾ എന്ത് ശർറുകളുണ്ടെങ്കിലും ശൈത്വാനിയത്തുണ്ടെങ്കിലും എന്ത് സമാധാനക്കേടുണ്ടെങ്കിലും അതൊക്കെ നീ നിർത്തി എല്ലാ സലാമത്തിന്റെയും വഴികൾ അവരുടെ മുൻപിൽ നീ എളുപ്പമാക്കണേ അല്ലാഹ്. പഠിച്ചവരെ, ഈ മജ്‌ലിസിലുള്ളവര് പാവങ്ങളാ, ഈ മജ്‌ലിസിലുള്ളവര് സാധുക്കളാ, ഈ മജ്‌ലിസിലുള്ളവര് സുഖമില്ലാത്തവരാണ്, ഈ മജ്‌ലിസിലുള്ളവര് ഒരുപാട് വിഷമമുള്ളവരാ. എല്ലാ വിഷമവും നിന്റെ റജബ് മാസത്തിലെ പുണ്യമായ രാവിൽ ഒരുപാട് ഹദ്ദാദ് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിന്റെ ദർബാറിലേക്ക് സാധുക്കൾ ഉയർത്തിയ കൈകളെ തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിന്റെ ആവശ്യം അറിഞ്ഞ് നീ ഞങ്ങളെ സഹായിക്ക് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുക അല്ലാഹ്.
ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുക അല്ലാ. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളെ കൊടുക്കുക അല്ലാ. വിവാഹപ്രായമെത്തിയ ഒരു ദാമ്പത്യം സ്വപ്നം കാണുന്നവരുണ്ട്. തടസ്സങ്ങളാണ്, മുടക്കങ്ങളാണ്. ഏത് വിധേന തടസ്സമുണ്ടെങ്കിലും ഖൈറായ ഭർത്താക്കന്മാരെ, പെങ്ങന്മാർക്ക് ഖൈറായ ഭാര്യമാരെ എന്റെ ചെറുപ്പക്കാർക്ക് എത്തിച്ചവരെ കല്യാണ ജീവിതം എന്ന ആഗ്രഹം സഫലമാക്കി കൊടുക്കുക റബ്ബേ. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പിണക്കം സംഭവിച്ചവർക്ക് മനപ്പൊരുത്തം, ഇണക്കവും ദാമ്പത്യ സ്നേഹവും കൊടുക്കണം. വിസിറ്റിങ്ങിന് പോയി ജോലിയില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളെ മക്കൾക്ക് ഖൈറായ ജോലി നൽകുക അല്ലാ. ഖൈറായ ജോലി നൽകുക അല്ലാ. ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു തുക സ്വലാത്തിന്റെ സ്ഥലത്തിലേക്ക് നിയത്താക്കിയിട്ടുണ്ട്. അല്ലാഹുവേ ഖൈറായ ജോലി നൽകുക അല്ലാ. അല്ലാഹുവേ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കുക റബ്ബേ. ഇന്റർവ്യൂലും പരീക്ഷകളിലൊക്കെ പാസ്സായി കൊടുക്കുക അല്ലാ. ഞങ്ങളെ മരുമക്കളെ സ്വഭാവം നന്നാക്കുക റബ്ബേ. മക്കളെ സ്വഭാവം നന്നാക്കുക റബ്ബേ. 5 വക്ത് നിസ്കരിച്ച് അല്ലാഹനെ പേടിക്കുന്ന കുടുംബമാക്കണേ റബ്ബേ. അല്ലാഹുവേ മരണസമയം വരെ അവനവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാനുള്ള തൗഫീഖ് നൽകണം പഠിച്ചോനെ. അല്ലാഹുവേ മാസാന്തനാരിത്വ സ്വലാത്തിലേക്ക് ഒഴുകി വരുന്ന ആയിരങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. അവരെ കൊണ്ടുവരുന്ന ഞങ്ങളെ കോർഡിനേറ്റർമാര്, ഡ്രൈവർമാര്, അഡ്മിന്മാര്, വളണ്ടിയർമാര് സ്വർഗത്തിലും അവരെ നീ വളണ്ടിയർമാരാക്കണ റബ്ബേ. സ്വർഗത്തിലും അവരെ നീ വലിയ പട്ടാളമാക്കണേ റബ്ബേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ സമാധാനത്തോടെ ജീവിച്ച് കടബാധ്യകളെല്ലാം വീട്ടു എല്ലാ കടബാധ്യകളും ഒഴിവാക്കി നന്നായി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. നാട്ടിലും ഗൾഫിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ തൊഴിലിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ഡ്രൈവർമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, ബ്രോക്കർമാരുണ്ട്. പലവിധ തൊഴിലെടുക്കാൻ വേണ്ടി പുറപ്പെടുന്നവരുടെ തൊഴിലുകളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളെ ദുആ സ്വീകരിക്കണേ പടച്ചവനെ. നാളെയും രാത്രി 8 മണിക്ക് പരിശുദ്ധ വെള്ളിയാഴ്ച രാവിന്റെ മജ്‌ലിസിൽ ഇതുപോലെ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. വരുന്ന ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടെ വാണിയന്നൂർ സലാത്ത് നഗർ പ്രകാശപൂരിതമാകുമ്പോ കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനയിൽ അവിടെ പോയി ഇരുന്ന് ഒരു ആമീൻ പറയാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الله കമന്റിലൂടെ ധാരാളം ആളുകൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പിലൂടെ പറഞ്ഞവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാവുകുന്നിലേക്ക് ചികിത്സയ്ക്ക് വരുന്നവർ, മണ്ണിലേക്ക് സഹായിച്ചവർ, ദർസിലേക്ക് സഹായിച്ചവർ, ദർസ് ഹാളിലേക്ക് സഹായിച്ചവർ, സഹായിക്കാൻ നിയത്താക്കിയവർ, കസേര, പന്തല്, നിസ്കാര ഹാൾ, എന്ത് പറഞ്ഞാലും കിട്ടുന്ന വഹത്തിൽ നിന്ന് ഒരു വിഭാഗം അല്ലാഹുവേ നിന്റെ ഖുർആൻ നീ പറഞ്ഞില്ലേ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത്ത് അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കണം അടിമകളെ മിമ്മാ ഒന്നിൽ നിന്ന് റസഖനാകും നമ്മൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണമെന്ന് നീ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞില്ലേ. അത് കേട്ടുകൊണ്ട് എന്റെ മജ്‌ലിസിലെ ഉമ്മമാര്, സ്വലാത്തിലെ കുടുംബങ്ങളെ സ്വലാത്തിലേക്ക് ദർസിലേക്ക് ധാരാളം തന്നിട്ടുണ്ട്. അല്ലാഹുവേ ഒക്കെ നീ ജാരിയായ സദഖയാക്കുക അല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോ നന്മകളെ തുലാസിൽ ഞങ്ങളെ ഇബാദത്തുകളും ഞങ്ങളെ സ്വലാത്ത് ദിക്റും മജ്‌ലിസുകളും ദാനധർമ്മങ്ങളൊക്കെ വലിയ ഘനമുള്ളതായി തൂക്കി സ്വർഗ്ഗത്തിലെ വലിയ പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ പഠിച്ചോനേ. ഹൗലുൽ കൗസറും നൽകണേ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണ് നറിയാം തങ്ങളെ കൈപിടിക്കുമോ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.